തന്നെ ഈ BJP-യുടെ പോക്ക് ഇത് എങ്ങോട്ടാ? ഇതാണ് എല്ലാരും ചോദിക്കുന്നത്, ഈ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്താ പറയുന്നത്? ഈ നഗരങ്ങൾ അങ്ങ് വളയുക. ഈ ഒരു വാക്യം പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇറാനിൽ കലാപം നടത്തുന്ന രോഷാകുലരായ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നഗരങ്ങൾ വളഞ്ഞു, ഞങ്ങൾ പിന്നിലുണ്ട്, ഞങ്ങളുടെ മിസൈലുകൾ പുറകെ എത്തും, ഞങ്ങളുടെ ആൾക്കാരവിടെ ഉണ്ട്, മൊസാദിന്റെ ആൾക്കാരവിടെ ഉണ്ട്, എല്ലാം വേണ്ടത് ചെയ്തു തരും. എവിടെ? ഇറാനിൽ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തു തരും. ഇസ്രായേൽ നോക്കിക്കോണേ. എന്തായാലും കലാപം കെട്ടടങ്ങി. പക്ഷെ BJP-യുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും കെട്ടടങ്ങുന്നതല്ല. ഓരോരോ നഗരങ്ങളായിട്ട് അങ്ങ് കയ്യിൽ വീഴുകയാണ് BJP-യുടെ മുമ്പിൽ. തിരുവനന്തപുരം വീണു, മുംബൈ വീണു. ഇതിപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പോലെ ചണ്ഡീഗഡ്, പിന്ദരൻ വാലയും സിമ്രാൻജിത് സിംഗ് മാനും പേര് കേട്ടാൽ പേടിപ്പിക്കുന്ന ഹിംസ്ര മൃഗങ്ങളൊക്കെ മേഞ്ഞ് നടന്നിരുന്ന ചണ്ഡീഗഡിന്റെ മണ്ണിലും അതാ BJP അവരുടെ കൂടി പാലിച്ചിരിക്കുന്നു. അതെ, അതാണ് അമൃത സരസിൽ താമര വിരിയിച്ചിരിക്കുന്നു. എന്താ ഇത് കഥ? ഇതെങ്ങോട്ട് പോക്ക്? എന്താ ഇതിന്റെ ഉദ്ദേശം? ഇതാണ് സാർ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സാർ പറയുന്നത് അഹമ്മദാബാദിൽ നിന്നാണ് ഒരു തുടക്കം. അവിടെ നിന്ന് പിന്നെ ഇന്ത്യ മുഴുവൻ ഏകദേശം മുഴുവനാക്കി അവര് കൈപ്പിടി. ഇനി അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്ന് പശ്ചിമ ബംഗാൾ എന്നാണ് പറയുന്നത്. ആ പശ്ചിമ ബംഗാളും എനിക്ക് തോന്നുന്നു ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ കൊണ്ട് ഇന്ത്യക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവർക്കും പ്രയോജനമില്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു, നമ്മൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല, പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, രാഹുൽ ഗാന്ധി ഇതാണ് അതെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 70 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ പിൻഗാമിയായി വന്ന ഒരാളാണ്. അദ്ദേഹം നയിക്കാൻ ഒരു കഴിവില്ലാത്ത, എന്തെങ്കിലും മിണ്ടിയാൽ അപ്പോ പറയും, BJP ജയിച്ചാൽ അപ്പോ പറയും വോട്ട് ചോരി. ഇത് മാത്രം പറയാൻ തുറക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നിട്ട് പോയപ്പോൾ ഓരോരുത്തരെ കേരളത്തിലെ തന്നെ UDF പിളർപ്പിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ഒരു മുന്നേറ്റമില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലേക്ക് വിളിച്ചപ്പോൾ മമതാ ബാനർജി പറഞ്ഞു, ഞാനാണ് അതിന്റെ തലൈവിയാണെങ്കിൽ വരാം, അല്ലാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിലേക്ക് ഞാൻ വരില്ല എന്നവർ കൃത്യമായി പറഞ്ഞത്. അവർക്ക് തലയ്ക്കകത്ത് മൂളയുള്ളത് കൊണ്ടാണ്. വന്നു കഴിഞ്ഞാൽ തോറ്റു തുന്നമ്പാടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ മമത വന്നാൽ ഒരു പക്ഷേ ഇന്ത്യ രക്ഷപ്പെടുമായിരിക്കാം. ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുകയും ചെയ്തു. BJP ഇതുപോലെ ഇപ്പൊ തിരുവനന്തപുരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം BJP. അപ്പൊ ഇനി ഭരിച്ചെങ്ങനെയാണ് എന്നത് കാണിച്ചു കൊടുക്കേണ്ട BJP-യുടേത്. 74,000 ലക്ഷം പിന്നെ വാർഷിക വരുമാനമുള്ള BMC മുംബൈയിൽ അത് BJP പിടിച്ചെടുത്തു. ഏഷ്യയിലെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷൻ അത് BJP പിടിച്ചെടുത്തു. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം ഇനി അവിടുത്തെ ഭരണം എങ്ങനെയാണ്? അല്ല, തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആൾക്കാർ ഓർക്കണം. ഏഷ്യയിലെ എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിനെ, മലേഷ്യയെ, ബ്രൂണൈയെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ എല്ലാം മറികടക്കുന്ന വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ് മുംബൈ. നമുക്ക് ബിസിനസ് നഗരമാണല്ലോ മുംബൈ. അപ്പൊ അവിടത്തെ ഈ ശിവസേനയുടെ ഒക്കെ ഒരു വലിയ പിന്നെ ആഴത്തിലുള്ള പേരുറപ്പിച്ചൊരു മണ്ണാണ് മുംബൈ എന്ന് പറയുന്നത്. അവിടെ BJP-ക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ BJP-യുടെ ഒരു വല്ലാത്ത പണി എന്ന് പറയുന്നത് BJP ഈ പെട്ടെന്ന് പോയി വിജയിക്കുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം അവരത് കണക്കൂട്ടുന്ന കാര്യമല്ല. പതുക്കെ അവിടെ വേരുറപ്പിച്ച് ആ വേര് കൃത്യമായ ആഴത്തിൽ ഇറക്കി അത് വെള്ളവും വളവും വേറൊന്നും വേണ്ടല്ലോ, വെള്ളം മതിയല്ലോ. അല്ല സാർ, ഇതിന്റെ പിന്നിൽ താമരയുടെ തണ്ട് പോകുന്ന ഒരു പിന്നിൽ RSS എന്ന് പറയുന്ന ആ തണ്ടുണ്ട് ഈ താമരയെ പിടിച്ചു നിർത്തുന്നത്. അതാണ് ഇവരുടെ ശക്തി എന്ന് പറയുന്നത്. ഈ RSS വന്നവരാണല്ലോ ഈ നയിക്കാനൊക്കെ വായിക്കാത്ത സ്വർണ്ണക്കരണ്ടിയും വെച്ച് ജനിച്ചവരല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്ന ഈ BJP-യുടെ നേതാക്കന്മാരെല്ലാം. അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിതം കൃത്യമായി മനസ്സിലായി. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായ കച്ചവടക്കാരനെന്ന് പലരും ആക്ഷേപിക്കുന്നു. ഒരു ചായ കട നടത്തിയിരുന്ന അല്ലെങ്കിൽ ഒരു ചായ വിൽപ്പന നടത്തിയിരുന്ന ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാം എന്ന് കാണിച്ചു കൊടുത്തൊരു പ്രസ്ഥാനമാണത്, അല്ലെ? ജനിച്ചപ്പോ തന്നെ സ്വർണ്ണ അപ്പൂപ്പന്റെയും അമ്മുമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ഇമേജ് വെച്ച് വലിയച്ഛന്റെയും കൊച്ചന്റെയും ഇമേജ് വെച്ച് വന്നവരല്ല BJP-യിലെ പല നേതാക്കളും. അവർക്കറിയാം എങ്ങനെയാണ് രാജ്യം നയിക്കേണ്ടതെന്നും എങ്ങനെയാണ്. ഇപ്പോൾ പല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, BJP-യുടെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അവരുടെ ഭരണം കൊള്ളാം. രാഹുൽ ഗാന്ധിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലെന്ന് തന്നെ പറയരുത്. അദ്ദേഹം നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് 3-ാം റോയിലിരുന്നു കൊണ്ട് ഇറ്റലിയുമായിട്ടും അതുപോലെ തന്നെ കൊളംബിയയുമായിട്ടും മലേഷ്യയായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ. സ്വാതന്ത്ര്യ ദിനം ഇവിടെ ഇത്രയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് അദ്ദേഹം ചോദിച്ചതായി. അതെ 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 അത് ആരാ സഖിമാരുമായിട്ടുള്ള ആശയവിനിമയമാണ് നടത്തിക്കൊണ്ട്.
റിപ്പബ്ലിക് ദിനം പറ്റിയ അവസരം തന്നെ അല്ലേ, അതെ. അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇപ്പൊ കണ്ടോ ഈ അവിടെ ചണ്ഡീഗഡിന്റെ മേയറായിട്ട് പോകുന്നിരിക്കുന്നത് വെറും 46 വയസ്സുള്ള ഒരാളാണ്. ഈ 46 വയസ്സുകാരനെ വെച്ച് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ പീക്ക് ടൈമാണിത്. അതിൻ്റെ മാക്സിമം പവറിൽ അങ്ങേര് അവിടെ പ്രവർത്തിക്കും ആത്മാർത്ഥമായിട്ട്. അഴിമതിയുടെ ലേശമില്ലാതെ ചണ്ഡീഗഡിൻ്റെ മുഖം അങ്ങ് മിനുക്കും, തേച്ച് മിനുക്കും. ഇപ്പം മുഴുവൻ ട്രാഫിക്കും അഴുക്കും മാലിന്യങ്ങളും എല്ലാം നിറഞ്ഞ ഒരു വൃത്തികെട്ട നഗരമാണ് ഇപ്പോൾ ചണ്ഡീഗഡ്. AAPയും പിന്നെ കോൺഗ്രസും മാത്രമേ ഭരിച്ചുള്ളൂ, BJP ഭരിച്ചിട്ടില്ല. വൃത്തികെട്ട നഗരമാണ്. അതിൻ്റെ വൃത്തിയൊക്കെ മാറ്റി ഇങ്ങനെയും ആകാം നഗരം എന്ന് കാണിച്ചു കൊടുക്കും, വിദേശ നഗരങ്ങൾക്ക് തുല്യമായിട്ട്. ഇത് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തിന് സംഭവിക്കാൻ പോകുമ്പോൾ. ഈ കണ്ടു കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഇവരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം അങ്ങ് ഏൽപ്പിച്ചാലോ എന്നൊരു ചിന്ത. ആദ്യം ഇതിൻ്റെ ഷോക്കേസ്, പിന്നെ ഗോഡൗണിലേക്ക് അങ്ങ് പോവുകയാണ് കാര്യങ്ങൾ. അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഷോക്കേസ് ചെയ്യും, ചണ്ഡീഗഡിനെ അവർ ഷോക്കേസ് ചെയ്യും. പഞ്ചാബിൻ്റെ ഭരണം അത്രയേ ഉള്ളൂ അവിടുത്തെ ലക്ഷ്യം. AAP ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ ഭരിച്ച് കുളമാക്കിയതാണ്. ഇവർ രണ്ടും കൂടെ ചേർന്ന് ഭരിച്ച് അടിച്ച് പിരിഞ്ഞു. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആകെ 36 സീറ്റേ ഉള്ളൂ. 18 സീറ്റും BJP ഇങ്ങ് പിടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുൻവശത്തൂടെ അവർ അഭിപ്രായ ഐക്യമില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. മുൻവശത്തെ വാതിൽക്ക് കൂടെ കോൺഗ്രസ്സുകാർ ചാടി, പുറകുവശത്തെ വാതിൽക്ക് കൂടെ. കാരണം ഇത് കേൾക്കാനിരിക്കണ്ടല്ലോ, BJP ജയിച്ചു എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വഴിക്ക് കണ്ടം വഴി ചാടിപ്പോയി. അതാണ് സംഭവിച്ചത്. ഇതുപോലെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സിഖുകാരുടെ കേന്ദ്രമാണ്, എന്നിട്ടും അവിടെ ഭരിക്കുന്നത് സിഖുകാരനല്ലാത്ത ഒരു മേയറാണ്. രണ്ടാമത്തെ കാര്യം, ഡെപ്യൂട്ടി മേയറായിട്ട് വെച്ചിരിക്കുന്ന ഒരു സിഖുകാരനാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡെപ്യൂട്ടി മേയർ കൂടിയുണ്ട്, അതൊരു സ്ത്രീയും കൂടെയാണ്. അങ്ങനെ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേര് കൂടെ പറയാം. സീനിയർ സുഭാഷ് ജോഷി എന്ന് പറയുന്ന ആളാണ് മേയർ. ക്ഷമിക്കണം, സൗരഭ് ജോഷി എന്ന് പറയുന്ന ആളാണ് ഭരിക്കുന്നത്. ജസ്മീത് പ്രീത് സിംഗ് എന്ന് പറയുന്ന ആൾ ഡെപ്യൂട്ടി മേയർ. മറ്റൊരു ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ളത് സുമൻ ദേവി എന്ന് പറയുന്ന ആളാണ്. അവർ ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ചണ്ഡീഗഡ് BJPക്ക് പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇനി ഒരു കാലത്തും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, BJPക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ കൈവിടില്ല. കാരണം നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഭരണം, നല്ല അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പേരൻസി, അതാണ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ നടപ്പാക്കാൻ പോകുന്ന ട്രാൻസ്പേരൻറ്റി എല്ലാം സുതാര്യമായിരിക്കും. ഒരു കള്ളത്തരവും ഒരു ഒളിച്ചുകളിയും ഇല്ലാത്ത രീതിയിലായിരിക്കും കാര്യങ്ങളെല്ലാം. അക്കൗണ്ടബിലിറ്റി, അതാണ് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അക്കൗണ്ടുകളെല്ലാം അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ക്രെഡിറ്റ്സ് എല്ലാം. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് ആയാലും ഏത് ക്രെഡിറ്റ് ആയാലും ശരി, അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കേരളത്തിൽ അത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച ആൾക്കാർ അത് വിഴുങ്ങുന്നത്. അതാണ് അഴിമതിയുടെ ഒന്നാമത്തെ കാരണം. ആ അഴിമതി ഇല്ലാത്ത ഈ കോർപ്പറേഷനുകൾ തീർച്ചയായിട്ടും വലിയ സംഭാവന BJPയുടെ നാടാകെയുള്ള വിജയത്തിന് സംഭാവന ചെയ്യുന്നുള്ള സംശയമില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യമുള്ളത്, തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ 3 മഹാനഗരങ്ങൾക്കൊപ്പം മോഡൽ നഗരമാക്കി മാറ്റാനുള്ള ശ്രമം കേരളത്തിന് വലിയ നേട്ടമായിരിക്കും. അങ്ങനെ കേരളം പിടിക്കാം. പത്മഭൂഷണവും ഉണ്ട്. പത്മഭൂഷൺ പുള്ളി ഇപ്പൊ വേറൊരു കാര്യം ചെയ്തിട്ട് NSSന്റെ പേര് മാറ്റി പത്മ കഫേ എന്നല്ലേ, അതുപോലെ പത്മശ്രീ എന്നും പറഞ്ഞു വെച്ചല്ലോ പണ്ട്. പത്മശ്രീ കിട്ടാഞ്ഞ് പ്രാഞ്ചിയേട്ടൻ പത്മശ്രീ വെച്ച പോലെ. പുള്ളി മാത്രമൊക്കെ തീരുമാനിച്ചാൽ മതി. കേരളത്തിലെ നായന്മാര് പറയില്ല നമ്മളെ നായന്മാര് തന്നെയാണ്. സുകുമാരനാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് അയാളെ കയ്യിലിരി പോണ്ട. എന്താ പറയാൻ വന്നെന്തായിരുന്നു? അല്ല, എന്തായാലും VV രാജേഷ് അടക്കം ഞെട്ടിക്കാണും. കാരണം തന്നെ പോലെ പിൻഗാമികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു എല്ലാ ഇന്ത്യൻ നഗരങ്ങളിലും ഇങ്ങനെ പിടിക്കും, അവിടെ ഷോക്കേസ് ചെയ്യും. പിടിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭരണം മിക്കവാറും എല്ലാ കോർപ്പറേഷനുകളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങൾ. ഇനിയിപ്പോൾ കൽക്കട്ട ആയിരിക്കും അവർ ഇപ്പം വളയാൻ പോകും. കൽക്കട്ട വളയും പിടിക്കും. അവിടെ പത്മ നദിയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും BJPയുടെ തേരോട്ടം അങ്ങനെ ആർക്കും തടയാനോ അവസാനിപ്പിക്കാനോ, ശക്തമായ ഒഴുക്ക് അങ്ങനെ ആർക്കും തടയാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഇറാനി നടപ്പാക്കാൻ ഒരുങ്ങി പരാജയപ്പെട്ടത് BJP വിജയകരമായിട്ട് ഇന്ത്യയിൽ പോസിറ്റീവായിട്ട് നടപ്പാക്കുന്നു. അവിടെ നെഗറ്റീവായിട്ടായിരുന്നു നടപ്പാക്കൽ, ഇവിടെ പോസിറ്റീവായിട്ട് നടപ്പാക്കുന്നു. ആ പോസിറ്റീവ് ആയതുകൊണ്ട് അത് വിജയിക്കുകയും ചെയ്യും, ചാർജ് ചെയ്യുകയും ചെയ്യും.